നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് രൂപം കൊണ്ട തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം മൂലം ബുധനാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. കാസർഗോഡ് ജില്ലയിൽ മൂളിയാറാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത്. നീലേശ്വരത്തിനടുത്ത് കാര്യങ്കോട് മയിച്ചയിൽ റെയിൽപാളത്തിൽ മരം പൊട്ടി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ അരമണിക്കൂർ വൈകിയാണ് യാത്ര തുടർന്നത്. തായന്നൂരിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. കേരള NGO അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ജൂലൈ 7-ന് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കണമെന്ന ആവശ്യം കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജൂലൈ 29-ന് നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് രൂപം കൊണ്ട തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം മൂലം ബുധനാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. കാസർഗോഡ് ജില്ലയിൽ മൂളിയാറാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത്. കേരള തീരത്ത് രൂപം കൊണ്ട തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം മൂലം ബുധനാഴ്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് വടക്കൻ ജില്ലകളിൽ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ ഇടങ്ങളിലാണ് ബുധനാഴ്ച ശക്തമായ മഴ ലഭിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മൂളിയാറാണ് ആദ്യ സ്ഥാനത്ത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ 38 മില്ലിമീറ്റർ മഴയാണ് മൂളിയാറിൽ പെയ്തത്. പിലിക്കോട് 36, ബായാർ 34.5, എരിക്കുളം 32.5, ഉദുമ 27, പാണത്തൂർ 24.5, പടന്നക്കാട് 24.5 മില്ലിമീറ്റർ വീതം മഴയാണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് വരുന്ന 7 സ്ഥാനങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ളതാണ്. പെരിങ്ങോം 21.5, പിണറായി 18, കണ്ണൂർ 16.5, പന്നിയൂർ 16.5, ആറളം 16, വിലങ്ങാട് 12, അയ്യൻകുന്ന് 11.5 മില്ലിമീറ്റർ വീതം മഴയാണ് കണ്ണൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനഫലമായി ചൊവ്വാഴ്ചയിലും കാസർഗോട്ട് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. എരിഞ്ഞിപ്പുഴ 107, ഷേണി 105.6, എരിക്കുളം 100, ബായാർ 87.5, മുളിയാർ 85, കൂഡ്ലു 84.2, ഉദുമ 84, ഹോസ്ദുർഗ് 80 മില്ലിമീറ്റർ വീതം മഴയാണ് ചൊവ്വാഴ്ച ജില്ലയിൽ രേഖപ്പെടുത്തിയ മഴ. വടക്കൻ കേരള തീരത്തിന് സമീപത്തായി നിലനിന്നിരുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തി കർണാടക, ഗുജറാത്ത് തീരദേശത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിലും വരുന്ന 2 ദിനങ്ങളിലും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകനായ രാജീവൻ എരിക്കുളം പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ സഞ്ചാരപാത പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ ന്യൂനമർദ്ദ സ്വാധീനം അനുസരിച്ച് മഴ കൂടിയും കുറഞ്ഞും ഇടവേളകളോടെ 10 വരെ തുടരാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരത്തിനടുത്ത് കാര്യങ്കോട് മയിച്ചയിൽ റെയിൽപാളത്തിൽ മരം പൊട്ടി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ അരമണിക്കൂർ വൈകിയാണ് യാത്ര തുടർന്നത്. നീലേശ്വരത്തിനടുത്ത് കാര്യങ്കോട് മയിച്ചയിൽ റെയിൽപാളത്തിൽ മരം പൊട്ടി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ അരമണിക്കൂർ വൈകിയാണ് യാത്ര തുടർന്നത്. രാവിലെ 8:30-ഓടെയാണ് പാളത്തിൽ മരം പൊട്ടി വീണത്. മരം വീണതിനെ തുടർന്ന് അരമണിക്കൂറിലധികം ട്രെയിൻ ഗതാഗതം ഈ റൂട്ടിൽ തടസ്സപ്പെട്ടു. മംഗളൂരുവിലേക്കുള്ള പാസഞ്ചർ ട്രെയിനും മംഗലാപുരം എക്സ്പ്രസും ചെറുവത്തൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. തായന്നൂരിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. എണ്ണപ്പാറ സ്വദേശി വിശാൽ ബാബു, പറക്കളായി തോണിക്കല്ല് സ്വദേശി അഭിനവ് എന്നിവരെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് എണ്ണപ്പാറ തായന്നൂരിലെ ഓഫീസിന്റെ ജനൽ ചില്ലുകളും കൊടിമരങ്ങളും തകർത്തിരുന്നത്.
എണ്ണപ്പാറയിൽ CPM ഓഫീസ് ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. എണ്ണപ്പാറയിലെ വിശാൽ കെ ബാബു, പരക്ലായി തോണിക്കല്ലിലെ TK അഭിനവ് എന്നിവരാണ് പിടിയിലായത്. അമ്പലത്തറ SI MV പ്രകാശനാണ് കേസെടുത്തതിനു പിന്നാലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ BJP പ്രവർത്തകരെന്ന് പോലീസ് പറഞ്ഞു. CPM ഓഫീസ് ആക്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാളുടെ കൈക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതോടെയാണ് പോലീസിൽ പിടിയിലായത്. വിശാൽ കെ ബാബു, പരക്ലായി തോണിക്കല്ലിലെ TK അഭിനവ് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. വിശാലിനാണ് പരിക്കേറ്റത്. ഇയാളുടെ ഇടത് കൈക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്നു. ആദ്യം കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇടത് കൈക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ പരിയാരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അമ്പലത്തറ SI MV പ്രകാശനാണ് പരിയാരത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 2ാം പ്രതി സഹായത്തിനായി ഒപ്പം ആശുപത്രിയിലെത്തിയതായിരുന്നു. അക്രമം നടന്ന പാർട്ടി ഓഫീസിൽ ചോരപ്പാടുകൾ കണ്ടതാണ് വഴിത്തിരിവായത്. തുടർന്ന് പ്രദേശത്തെ നിരവധി CCTVകൾ പോലീസ് പരിശോധിച്ചു. 2 പേർ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യം ലഭിച്ചതോടെ നാട്ടുകാർ പ്രതികളെ തിരിച്ചറിഞ്ഞു. തുടർന്ന് പ്രതിയുടെ മാതാവിനെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ചികിത്സ തേടി പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രതികൾ ഉള്ളതായി വ്യക്തമായത്. പാർട്ടി ഓഫീസിന്റെ 8 ജനാലച്ചില്ലുകൾ അടിച്ചു തകർത്തിരുന്നു. ഈ സമയത്താണ് പ്രതിക്ക് പരിക്കേറ്റത്. പാർട്ടി ഓഫീസിനു മുന്നിലെ കൊടിമരവും തകർത്തു. 1 കിലോമീറ്റർ അകലെ മേലെ എണ്ണപ്പാറയിലെ CITU DYFI കൊടിമരവും തായന്നൂർ ജംഗ്ഷനിൽ CPM കൊടിമരവും ഫ്ലക്സ് ബോർഡും തകർത്തിരുന്നു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള NGO അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചിട്ട് 3 മാസം പിന്നിട്ട് കാലാവധി പൂർത്തിയായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം MT പ്രസീത, ജില്ലാ വൈസ് പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. GS ഉമാശങ്കർ, PV ബോബിൻ, മോബിഷ് P തോമസ്, സുരേഷ് പെരിയങ്ങാനം, KC സുജിത് കുമാർ, വത്സല കൃഷ്ണൻ, ലോകേഷ് MB ആചാർ, ജയപ്രകാശ് ആചാര്യ, BV സായിദ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവീൺ വരയിലത്തിനെയും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി ശ്രീനിമോൻ കാഞ്ഞങ്ങാടിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ന് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. മോട്ടോർ വ്യവസായികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മോട്ടോർ വ്യവസായ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട ഓൾ ഇന്ത്യ റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ന് ദേശവ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി TK രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ എണ്ണത്തിൽ പ്രസിഡന്റ് വഴിയേക്കാൻ കേന്ദ്ര സർക്കാർ എന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം ലേബർ കോഡാണ്. പത്രമാധ്യമ പ്രവർത്തകരോട് ഇതിൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകം വേണ്ടിയില്ല. നിങ്ങളുടെ സംഘടന ഉൾപ്പെടെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല. ആ നിയമം ചട്ടം പാസ്സാക്കാൻ നിയമം നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് ആലോചിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കാനുണ്ടായി പറയുകയും ചില സംവിധാനം ലഭ്യം ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിലാകെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടപ്പാക്കും. അങ്ങനെ അതുപോലെ തന്നെ നിശ്ചിതമായിട്ട് ഇവിടെ ആനുകൂല്യം കൊടുക്കുന്നില്ല, ഒരു സ്ഥിതിയില്ല, രാജ്യം കൊടുക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ കൂലികളുടെ പോലെ ഒരുപാട് വിജയിക്കാൻ ആവശ്യമുള്ള സംവിധാനമില്ല. ഈ കാര്യം എൻ്റെ സമയത്തിന് ആധാരമായി മുന്നോട്ട്. മറ്റൊന്ന് ഉദ്യോഗസ്ഥപീഡനമാണ്. ഈ നിയമങ്ങളെല്ലാം നടപ്പാക്കുന്നു. കേന്ദ്ര ട്രാൻസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതിയുടെ ഭാഗമായി ഒരുപാട് അതിന്റെ ഭാഗമായി അന്യായമായി ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികൾ സ്ഥിതി രാജ്യത്ത് ഒരുപാട് തൊഴിലുകൾ കേരളത്തിൽ കൊടുക്കുന്ന പ്രശ്നമല്ല, ഇവിടെയും ക്രമാതീതമായി പരിണാമം. അതുമായി ബന്ധപ്പെട്ട ഈ നിയന്ത്രണം എല്ലാം വന്നു വിശ്വാസം അത് അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട ചെയ്യാനുള്ള ആവശ്യമായി ഉന്നയിക്കുക. പെട്രോൾ ഡീസൽ വിലയിൽ അടിക്കടിയുണ്ടാകുന്ന പ്രതിസന്ധികളും ലേബർ കോഡ് നടപ്പിലാക്കിയതോടെ തൊഴിലാളികൾ നേരിടുന്ന വിഷമങ്ങളും കേന്ദ്ര ട്രാൻസ്പോർട്ടിലെ വ്യവസായ വിരുദ്ധ നയങ്ങളും മോട്ടോർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു.
15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന നിയമം നടപ്പാവുന്നതോടെ രാജ്യത്തെ ചെറുതും വലുതുമായ 4 കോടി വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുമെന്നും ഇവർ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ രാജൻ, മോഹൻകുമാർ പാടി, ഗിരികൃഷ്ണൻ, കെ ഉണ്ണിനായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യം. കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് വനിതകൾക്ക് ആശ്വാസമാവുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി സർക്കാർ തുക വകയിരുത്താതിരിക്കുകയും നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുയർന്ന പ്രതിഷേധങ്ങൾക്കിടയിലും പദ്ധതി നടപ്പിലാക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളോടുള്ള കടുത്ത അവഗണനയാണെന്നും ഇവർ പറഞ്ഞു. രേണുക ഭാസ്കറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധ സമരം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. അണിനിരത്തിക്കൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അധികാരത്തിലേറിയ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നമ്മൾ അർഹിച്ച എല്ലാ നേട്ടങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആദ്യമായി തന്നെ ഭരണം ഏറ്റെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പേ തന്നെ മുൻ ഇടതുപക്ഷ സർക്കാർ കൊടുത്തു തുടങ്ങിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കാനുള്ള ശ്രമവുമായാണ് മുന്നോട്ട് പോകുന്നത്. 16 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്ക്, കുടുംബാംഗങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത്. പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാരായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള അർഹതയുള്ള 35-നും 60 വയസ്സിനും ഇടയിലുള്ള കുടുംബജീവിതനാഥകൾക്കാണ് ഈ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ 3 മാസമായി ആ പെൻഷൻ കിട്ടാതിരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഉണ്ടായതുകൊണ്ടാണെന്ന്. എന്നാൽ തുടർന്നും ആ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കവുമായാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഈ പെൻഷന് അർഹതപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്തത്. നമുക്കറിയാം, കെ സ്മാർട്ട് പദ്ധതിയിൽ ആധാർ കാർഡ്, നമുക്കൊരു ആധാർ കാർഡ് അതിൽ അപ്ലൈ ചെയ്താൽ തന്നെ അവർക്ക് ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പെൻഷന് അർഹതയുണ്ടോ, അവർ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുടുംബാംഗമാണോ, എല്ലാം കൃത്യമായി അറിയുന്നതിനുള്ള സംവിധാനം ഈ കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉണ്ടായിരിക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് UDF ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഒരുപാട് അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ പെൻഷൻ ഇപ്പോൾ തുടർന്ന് കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് ഇപ്പോൾ ഈ 1 മാസക്കാലം ഭരണം ഏറ്റെടുത്തതിന് ശേഷം പറയുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെയാണ് കേരള മഹിളാ സംഘം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുന്ന വിധവകൾ, അഗതികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവർ, ഇവർക്കൊന്നും ഈ പെൻഷൻ കൊടുക്കുന്നില്ല. അത് നമുക്കറിയാം. ആധാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധാർ കാർഡ് കൊടുക്കുന്നതോടുകൂടി അതിൽ ഏതൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ട്, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പെൻഷനും എല്ലാം അതിൽ കെ സ്മാർട്ട് പദ്ധതിയിലൂടെ കൃത്യമായി കാണുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇതിൽ കുറെ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്. പാർട്ടി കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ, മഹിളാ സംഘം വെള്ളരിക്കുണ്ട് മണ്ഡലം സെക്രട്ടറി ദീപ, കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി മായ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മിനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റാ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജൂലൈ 29 നടക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സുധീഷ് മേനോൻ ഉദ്ഘാടനം നിർവഹിക്കും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജൂലൈ 29 നടക്കും. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലുള്ള ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സുധീഷ് മേനോൻ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമുള്ള ബ്രോഷറിന്റെ പ്രകാശനവും സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനവും പുതിയകോട്ട അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഓഫീസിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ആർബിട്രേഷൻ കമ്മിറ്റി അംഗം VV രതീഷ് മടിക്കൈ, മുൻ ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ യൂണിറ്റ് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം അതിന്റെ പോസ്റ്ററും പിന്നെ കൂപ്പണും, അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള കൂപ്പണും വിതരണ ഉദ്ഘാടനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രവർത്തക സമിതിയിലെ 10 ആൾക്കാരും പിന്നെ തലമുതിർന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഒരു യോഗം നടത്താൻ നമ്മൾ ആദ്യം ആലോചിച്ചത്. ജോഷിക്ക് ഇന്ന് പിന്നെ മാലക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആടിയുണ്ട് അത്ര, അത് വരുന്നുണ്ട് അത്ര. അതുപോലെ ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ, കാരണം മഴയില്ലായത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കൂടുതലെന്ന് പറയുന്നില്ല. നമ്മുടെ കാഞ്ഞങ്ങാട് യൂണിറ്റിൻ്റെ ജനറൽ ബോഡി യോഗം, ലാസ്റ്റ് ജനറൽ ബോഡി യോഗമാണ് കാഞ്ഞങ്ങാട് യൂണിറ്റിൻ്റെ. ബാക്കി ഏകദേശം എത്തും. അപ്പോൾ 29 ആകുമ്പോഴേക്ക് പൂർത്തിയാകും എന്ന രീതിയിലേക്കാണ് കാസർഗോഡ് ജില്ലയിലെ ജനറൽ ബോഡി യോഗങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, കണക്കൊരു മീറ്റിംഗ് ഇല്ല, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ യോഗത്തിൽ എല്ലാവിധ സംസ്ഥാന കമ്മിറ്റിയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് M വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. TV നാരായണമാരാർ, AP തങ്കപ്പൻ, KC പീറ്റർ, KK രാഘവൻ, K ഗോപിനാഥൻ, KV രതീഷ്, T ബാബു എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് സെക്രട്ടറി K പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ട്രേഡ് യൂണിയന്റെയും നേതൃത്വത്തിൽ 2026 ജൂലൈ 6 തിങ്കളാഴ്ച ഒരു ദിവസം സർവീസ് നിർത്തിവെച്ച് 10 മണിക്ക് കളക്ടറേറ്റിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ മുഴുവൻ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. KSRTC പ്രിയദർശിനി പദ്ധതി മൂലം തകർന്നടിഞ്ഞ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ട്രേഡ് യൂണിയന്റെയും നേതൃത്വത്തിൽ ജൂലൈ 6 തിങ്കളാഴ്ച ഒരു ദിവസം സർവീസ് നിർത്തിവെച്ച് 10 മണി മുതൽ നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ മുഴുവൻ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന യോഗം ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി T ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുന്നത് കഴിഞ്ഞ 2 LDFന്റെയും UDFന്റെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തുമ്പോൾ നമ്മുടെ നിവേദനങ്ങൾ, നമ്മുടെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുക നിങ്ങളൊരു ഇൻഡസ്ട്രിയാണ്, ലക്ഷക്കണക്കിന് രൂപ ഒരു ഇൻഡസ്ട്രി ഒരു മേഖലയാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ മേഖല ബോംബിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് പറയാതിരിക്കുന്ന അനുഭവമില്ല. ഒരു മുൻവിധി നമ്മൾക്ക് അവിടെ നമ്മൾക്ക് വേണം പറയാം. ഈ
ഈ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വരുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ല? സംസ്ഥാന നേതൃത്വം ദൈനംദിനം ഇങ്ങനെ ഇടപെട്ട് അവരെ ശ്രദ്ധയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയിൽ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ച് നിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു സംഘടനയാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഭരണമാറ്റമുണ്ടായാലും ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരും തന്നെയാണ്. പക്ഷെ എന്നിട്ടും കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു അനുകൂലമായ സമയം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 50% ടാക്സ് കുറച്ചു എന്ന് പറയുന്നത്. കഴിഞ്ഞ ജൂണിന്റെ തൊട്ട് മാസം നമുക്കെല്ലാം നമ്മളിത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടത്, നമ്മളെല്ലാം സ്വയം അനുഭവിക്കുന്ന ഒരാളെന്നല്ലേ. ഡീസലിന്റെ വില 300 പ്രാവശ്യം 8 രൂപയും കൂടി 103 രൂപയോടാണ് ഡീസൽ കൂടിയില്ലേ. താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ താലൂക്ക് ഭാരവാഹികളായ PV പത്മനാഭൻ, അബ്ദുൾ അസീസ്, TP കുഞ്ഞികൃഷ്ണൻ, രതീഷ് കുമാർ, മുൻ താലൂക്ക് പ്രസിഡന്റ് C രവി എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി AV പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ KV രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് ലോക ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ആതുര സേവന മേഖലയിൽ 46 വർഷമായി സേവനം ചെയ്യുന്ന കാഞ്ഞങ്ങാടിന്റെ ജനകീയ നായകനായ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ MR നമ്പ്യാരെ ആദരിച്ചു. മാവുങ്കാൽ സഞ്ജീവനി ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രഭാകരൻ അവതാർ ഉദ്ഘാടനം ചെയ്ത് ആദരവ് നൽകി. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് ലോക ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ആതുര സേവന മേഖലയിൽ 46 വർഷമായി സേവനം ചെയ്യുന്ന കാഞ്ഞങ്ങാടിന്റെ ജനകീയനായ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ MR നമ്പ്യാരെ ആദരിച്ചു. മാവുങ്കാൽ സഞ്ജീവനി ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രഭാകരൻ അവതാർ ഉദ്ഘാടനം ചെയ്ത് ആദരവ് നൽകി. ഈ ദിവസത്തിൽ ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് ഇങ്ങനെ ചടങ്ങ് ഒരുക്കിയത് വളരെ അഭിമാനത്തോടെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ നൽകുന്ന സംഭാവനകളെ അടിസ്ഥാനമാക്കി അവരെ ആദരിക്കാനുള്ള ഏറ്റവും ഉചിതമായ മുഹൂർത്തം ഇന്നാണ്. അതായത് ഡോക്ടേഴ്സ് ഡേ ഒന്നാണ്. പ്രമുഖ ഡോക്ടറും മികച്ച ഭരണാധികാരിയുമായിരുന്ന ചന്ദ്ര ബോസ് അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. ഏകദേശം 1991 തോന്നുന്നു. ഏതായാലും ഡോക്ടർ എന്നത് ഒരു തൊഴിലല്ല, ഒരു സേവനം കൂടിയാണ്. ഒരു രോഗിയെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അവരുടെ ഉറക്കവും സമയവും കളഞ്ഞ് എത്രയോ രോഗികളെ ശരിക്കും പറഞ്ഞാൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറി KM പ്രമോദ്, മുൻ പ്രസിഡന്റുമാരായ KM മോഹനൻ, രാജൻ മീങ്ങോത്ത്, P ജയരാജ് നമ്പ്യാർ, K ശശിധരൻ നമ്പ്യാർ, ജനാർദ്ദനൻ മേലത്ത്, E ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PK രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രോഗകീട നിയന്ത്രണത്തിലൂടെ വ്യത്യസ്ത കൃഷികളിൽ നല്ല വിളവ് നേടാൻ അവലംബിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സെമിനാറിൽ നീലേശ്വരം ബ്ലോക്കിലെ 40-ൽ പരം കർഷകരാണ് പങ്കെടുത്തത്. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിലെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. രോഗകീട നിയന്ത്രണത്തിലൂടെയും ശാസ്ത്രീയ കൃഷിരീതിയിലൂടെയും കൂടുതൽ വിളവ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലാസുകൾ നൽകിയത്. ഗുണം കിട്ടാതെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാധാരണ ഒരു തെങ്ങില്, നല്ല വളർച്ചയുള്ള ഒരു തെങ്ങില് നമ്മൾ എന്ത് കുമിൾനാശിനി ഒഴിച്ചു കൊടുക്കണമെങ്കിലും മിനിമം 40 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? 40 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 1 ലിറ്ററിന് 3 മില്ലി വരെയാണ് കോണ്ടാഫ് എടുക്കേണ്ടത്. അപ്പൊ 40 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 120 മില്ലി വരെ കോണ്ടാഫ് മിക്സ് ചെയ്യണം. 40 ലിറ്റർ വെള്ളത്തിലേക്ക് 120 മില്ലി കോണ്ടാഫ്. തഞ്ചാവൂർ വാട്ടത്തിന് സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനിയാണല്ലോ കോണ്ടാഫ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് വേരിലൂടെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം അല്ലേ. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AV മീര മഞ്ജുഷ, കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP മഞ്ജു, മണ്ണ് ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PG ഗ്രീന, വിജ്ഞാന വ്യാപന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P മാരീശ്വരൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിസ്വാർത്ഥമായ സേവനമാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടമെന്ന്
ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ ഡോക്ടർ സുനിൽ നീലകണ്ഠൻ പറഞ്ഞു. അമ്പലത്തറ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച ഹാർട്ട്ഫുൾ പ്രാക്ടിക്കൽ സെഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിസ്വാർത്ഥമായ സേവനമാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടമെന്ന് ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ ഡോക്ടർ സുനിൽ നീലകണ്ഠൻ പറഞ്ഞു. അമ്പലത്തറ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച ഹാർട്ട്ഫുൾനെസ് പ്രാക്ടിക്കൽ സെഷൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ സംസ്കാരത്തിൽ വേദവ്യാസനുണ്ട്, ഗുരുക്കന്മാരെ ഗുരുവനും. വേദവ്യാസൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ പുരാണങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് 2 കാര്യങ്ങളെ പറയാറുള്ളൂ. പരോപകാര പുണ്യായ പാപായ പരപീഡനം. പരോപകാരം ചെയ്യുക, ഇതാണ് പുണ്യം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, ഹേർട്ട് ചെയ്യുന്നത് പാപം. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നിസ്വാർത്ഥരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആനന്ദം അനുഭവിക്കുന്നത്. ഞങ്ങൾ ചെറിയ തോതിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കണ്ണാസ്പത്രിയിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ നിസ്വാർത്ഥരാകുന്നു, എത്രത്തോളം നമ്മുടെ ഈഗോ നമുക്ക് കൂടുതൽ സബ്ഡ്യൂ ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം നമ്മൾക്ക് സന്തോഷം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണും, ആനന്ദം വർദ്ധിക്കും. നമ്മൾ കൂടുതൽ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ, എനിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ, ഇന്ന് സ്വാഗതകാലത്തിൽ അത് വളരെ ഭംഗിയായിട്ട് അത് പറയുന്നത്, നമുക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ചളി വാരി കൂട്ടുകയാണ്, നമ്മൾ ഭാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്വയം തയ്യാറാക്കണം. നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ നിറവേറ്റാനായിട്ട് സ്വയം തയ്യാറാവണം. നമ്മൾ സ്വയം തയ്യാറാവാതെ ഒരു കർത്തവ്യവും ഒരു ഉത്തരവാദിത്വവും നമുക്ക് നിറവേറ്റാൻ സാധിക്കില്ല. മനസ്സമാധാനവും സ്നേഹപൂർണമായ ജീവിതശൈലിയും വളർത്തിയെടുക്കാൻ ധ്യാനവും ആത്മപരിശീലനവും അനിവാര്യമാണെന്നും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഹാർട്ട്ഫുൾനെസ് പരിശീലനം ഗുണകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രമസുനി യോഗ ആരോഗ്യ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അഡ്വക്കേറ്റ് PK പീതാംബരൻ, മുനീസ അമ്പലത്തറ, രശ്മി പ്രകാശ്, അഞ്ജിത, ഭവ്യ, ശ്രീകാന്ത്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. PV ദിനില, K നിമിത, M മനീഷ, രതീഷ് അമ്പലത്തറ എന്നിവർ നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിന്റെ പ്രായോഗിക വശങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സെഷൻ പങ്കെടുത്തവർക്കെല്ലാം പുതിയ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanjangad. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം.
കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് KSKTU ഉദുമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് KSKTU ഉദുമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. BJP ഗവൺമെന്റ് ആരംഭിച്ചതിന്റെ ഫലമായിട്ടാണ് പണ്ട് നീക്കിവെച്ച തുകയിൽ നിന്ന് പകുതിയോളം തുക വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇപ്പൊ 86,000 കോടി രൂപയിലേക്ക് ആ തുക എത്തിയപ്പോ തൊഴിലുറപ്പിന് ഒരു മരണമണി എല്ലാ അർത്ഥത്തിലും ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ഇപ്പോ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് പ്രിയപ്പെട്ടവരെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം ശരാശരി 42 ദിവസമായിട്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. മുമ്പ് 100 ദിവസം കിട്ടിയ സ്ഥാനത്ത് ഇപ്പൊ ശരാശരി ഇന്ത്യയിലെ തൊഴിൽ ദിനത്തിന്റെ കണക്ക് ഇന്ത്യ രാജ്യത്തിനകത്ത് 42 ദിവസമാണ് കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ശരാശരി കണക്കാണ് ഇന്ത്യയുടെ കണക്ക്. അപ്പൊ 42 ദിവസം മാത്രമേ ഇപ്പൊ തൊഴിൽ കിട്ടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാം തൊഴിൽ കൊടുക്കണം. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. അത് കൊടുക്കണമെങ്കിൽ എത്ര വേണം? 2,25,000 കോടി രൂപയെങ്കിലും മിനിമം ബഡ്ജറ്റിൽ നീക്കി വെക്കണം. എന്നാൽ ബഡ്ജറ്റിൽ ഈ തുക നീക്കി വെക്കാൻ ആരും തയ്യാറല്ല. ഇന്നത്തെ BJP ഗവൺമെന്റ് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ടാണ് അവരിപ്പോ തീരുമാനിച്ചത് ഈ നിയമം ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു? ഞങ്ങള് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഒറ്റയടിക്ക് ഞങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സാധാരണ ഒരാളെ നേരിട്ട് കുത്തിക്കൊണ്ടാൽ അപ്പൊ തന്നെ ജയിലിൽ കിടക്കുന്നു. ഏരിയ പ്രസിഡന്റ് AM അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി നാരായണൻ കുന്നുച്ചി സ്വാഗതം പറഞ്ഞു. അനിത VK, പ്രഭാകരൻ പാലക്കുന്ന്, അനിൽകുമാർ KT, ഭാനുമതി, പ്രഭാകരൻ കണ്ണുവയൽ, പ്രജിത്ത്, രാധാകൃഷ്ണൻ ഉദുമ, ഗോപാലകൃഷ്ണൻ, വാസു പള്ളിക്കര എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓഡിയൻസാൽ റോട്ടറി ഭാരവാഹികൾ സ്ഥാനമേറ്റു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ഡോക്ടർ അനിൽ മേലത്ത് സ്ഥാനാരോഹണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒടയഞ്ചാൽ റോട്ടറി ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഒടയഞ്ചാൽ ക്ലബിന്റെ 2026-27 വർഷത്തെ സ്ഥാനാരോഹണം റോട്ടറി ഹാളിൽ പ്രസിഡന്റ് മണികണ്ഠൻ പച്ചിക്കാരന്റെ അധ്യക്ഷതയിൽ നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ഡോക്ടർ അനിൽ മേലത്ത് സ്ഥാനാരോഹണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി ബാബു K, സെക്രട്ടറിയായി ഷീജ ജോർജ്, ട്രഷററായി തമ്പാൻ മാരാർ എന്നിവർ സ്ഥാനമേറ്റു. കൂടാതെ മറ്റ് ഓഫീസ് ഭാരവാഹികളുടെയും സ്ഥാനാരോഹണം നടന്നു. സെക്രട്ടറി ഷീജ ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകി അനുമോദിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ദിനേശ് വിവിധ സ്കൂളിലേക്കുള്ള മെഡിസിൻ കിറ്റ് സ്കൂൾ ഭാരവാഹികൾക്ക് കൈമാറി. ചന്ദ്രൻ പുതിയ മെമ്പർ സിമി ജോഷിയെ സദസ്സിന് പരിചയപ്പെടുത്തി. അസിസ്റ്റന്റ് ഗവർണർ സജി TT പുതിയ മെമ്പറെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. GGR മനോജ് കുമാർ ചീഫ് ഗസ്റ്റിനെ സദസ്സിന് പരിചയപ്പെടുത്തി. പ്രോഗ്രാം ചെയർമാൻ മണികണ്ഠൻ കമ്പിക്കാനം സ്വാഗതവും തമ്പാൻ മാരാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് പുതിയ പ്രവർത്തന വർഷത്തോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർമാരെ ആദരിച്ചു. ആതുര സേവന മേഖലയിൽ നിരവധി വർഷമായി പ്രവർത്തിക്കുന്ന ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ KP ശ്രീനാഥ്, യുവദന്ത ഡോക്ടർ ടെസ്മോൻ തോമസ് എന്നിവരെയാണ് ആദരിച്ചത്. ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് പുതിയ പ്രവർത്തന വർഷത്തോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർമാരെ ആദരിച്ചു. നിരവധി വർഷമായി ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ KP ശ്രീനാഥ്, യുവദന്ത ഡോക്ടർ ടെസ്മോൻ തോമസ് എന്നിവരെയാണ് ആദരിച്ചത്. നിയുക്ത പ്രസിഡന്റ് K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്ത് ആദരവ് നൽകി. ഈ വർഷത്തെ ഔദ്യോഗിക ദിനമായ ഇന്ന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറെ ആദരിക്കാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്.
നമ്മൾ കുറേ കാലമായിട്ട് ഡോക്ടറെ ആദരിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പലരും ഡോക്ടറെ അസൗകര്യം കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചാർജ് എടുത്ത ആദ്യം തന്നെ നമുക്ക് ഡോക്ടറെ ആദരിക്കാൻ വളരെ സന്തോഷം. അതിൻ്റെ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെൻ്റ് പേരിൽ ഡോക്ടർ എല്ലാ ആയുർവേദ സഹകവും നേരുന്നു. നാസർ കുളവയിൽ ഉപഹാരം സമർപ്പിച്ചു. സെക്രട്ടറി പി പ്രദീപൻ, ട്രഷറർ എം ഗുൽസാർ, മുൻ പ്രസിഡന്റുമാരായ വി വിനോദ് കുമാർ, വി കുഞ്ഞമ്പു, ക്ലബ് അംഗങ്ങളായ സിനോജ് തോമസ്, പ്രദീപ് വെജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കുന്ന് AUP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ പരിപാടിയിൽ രക്ഷിതാക്കളും സജീവമായി പങ്കാളികളായി. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഹരിവിരുദ്ധ പോസ്റ്ററുകളുടെ പ്രദർശനവും നടത്തി. PTA പ്രസിഡന്റ് മുസമ്മിൽ SK പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുഭദ്ര KN അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരായ പ്രതിജ്ഞയും ഒപ്പുശേഖരണവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് സെക്രട്ടറി കമറുദ്ദീൻ തായൽ, സ്റ്റാഫ് സെക്രട്ടറി ദീപ്തി ജോൺ, അധ്യാപകരായ ജയശ്രീ, ജ്യോതി K, ഫൈസൽ NA, മുഹമ്മദ് നാസിം, അഷ്റഫ്, മൊയ്തീൻ കുഞ്ഞി A, ആതിര, രമ്യ T എന്നിവർ സംസാരിച്ചു. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും പങ്ക് വക്താക്കൾ ചൂണ്ടിക്കാട്ടി. പരിപാടിയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് രൂപം കൊണ്ട തീരദേശ ന്യൂനമർദ്ദ പാതയുടെ സ്വാധീനം മൂലം ബുധനാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ. കാസർഗോഡ് ജില്ലയിൽ മൂളിയാറാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത്. നീലേശ്വരത്തിനടുത്ത് കാര്യങ്കോട് മയിച്ചയിൽ റെയിൽപാളത്തിൽ മരം പൊട്ടി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ അരമണിക്കൂർ വൈകിയാണ് യാത്ര തുടർന്നത്. തായന്നൂരിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. കേരള NGO അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AP സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ജൂലൈ 7-ന് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കണമെന്ന ആവശ്യം കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ജൂലൈ 29-ന് നടക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.